ഹലോ, വിഷൻ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഗീവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. സോ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. റെസ്പെക്റ്റ് അഥവാ മാന്യത. ആദ്യം നമ്മളൊരു വ്യക്തിക്ക് മാന്യത കൊടുത്താൽ മാത്രമേ തിരിച്ച് ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് മാന്യത പ്രതീക്ഷിക്കാവൂ, അല്ലേ? നമ്മൾ ആദ്യം എന്താണ് വേണ്ടത്? ഒരു മാന്യമായിട്ടുള്ള ഒരു വ്യക്തിയാവാൻ ശ്രമിക്കുക. സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മളെപ്പോഴും മാന്യമായിട്ടാണ് ജീവിക്കേണ്ടത്. അല്ലാത്ത തോന്നിയാസം പോലെ ഇങ്ങനെ തോന്നിയതുപോലെ ചെയ്തിട്ടല്ല ജീവിക്കേണ്ടത്. ആദ്യം സഭ്യതയോടെ ഭാഷയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. മറ്റുള്ളവരെ മാന്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പഠിക്കണം. മാന്യത പുലർത്തണം. ഭാഷയിൽ മാന്യത പുലർത്തണം. സംസാരത്തിൽ സഭ്യത പുലർത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചിട്ടും മറ്റുള്ളവരെ കയ്യിൽ നിന്ന് മാന്യത ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കൊരു കാലത്തും നമ്മൾ അങ്ങോട്ട് റെസ്പെക്റ്റ് നമ്മളെ തേടി വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നമ്മൾ അങ്ങോട്ടേക്ക് റെസ്പെക്റ്റ് അല്ലെങ്കിൽ മാന്യത കൊടുത്താൽ മാത്രമേ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് നമുക്കും തിരിച്ചിട്ട് റെസ്പെക്റ്റ് അഥവാ മാന്യത കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു വ്യക്തിയെ കാണുകയാണ്, വഴിയിൽ പോകുന്നൊരു വ്യക്തിയെ കാണുകയാണ്. അപ്പോൾ നമുക്ക് അവർക്ക് എന്താ പറയുക, ഒരു ചുരുക്കി പറഞ്ഞാൽ ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ആ വ്യക്തിനെ നേരിടണം. ആ പുഞ്ചിരി കൊണ്ട് നമുക്ക് നേരിടാൻ പറ്റുന്നില്ലെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് തിരിച്ചിട്ട് പുഞ്ചിരി തരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തി പോകുന്നില്ല. സോ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഓരോ വ്യക്തിനെ കാണുകയും ഓരോ വ്യക്തികളോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരാൾ നമ്മളോട് അസഭ്യമായിട്ട് സംസാരിക്കുകയാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ചാൽ ആ വ്യക്തിക്ക് തന്നെ തോന്നും, ഈ ഒരു വ്യക്തി ഒരു മാന്യനായൊരു ചെറുപ്പക്കാരനാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരത്തിയാണെന്ന് അവർക്ക് മനസ്സിലാവും. നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മുടെ സംസാര ശൈലിയും നമ്മൾ എന്താ പറയുക, കാഴ്ചവെക്കുന്ന കാഴ്ചപ്പാടെല്ലാം നോക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് നമ്മൾ ഒരു മാന്യനാണെന്ന് മനസ്സിലാവും. അതായത് നമ്മുടെ സ്വഭാവം, നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാം നോക്കിയിട്ടാണ് അവർ ഇന്ന വ്യക്തി മാന്യനാണെന്ന് അവർ തീരുമാനിക്കുന്നത്, മറ്റുള്ളവർ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ല സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങളും സമൂഹത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടും നല്ല രീതിയിൽ എന്താ പറയുക, എല്ലാവരെയും നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ കാലം എന്ന് വെച്ചാൽ ആൾക്കാരുടെ കയ്യിൽ നിന്നും നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന സമയമാണ്. നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും ആൾക്കാർ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന കാലഘട്ടമാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും ഒരു